കൂലി കണ്ടിട്ട് പറഞ്ഞ വഴിയാണ്. രാവിലെ മല്ലിയും മഞ്ഞളും പൊടിക്കാൻ പോയതാണ്. ആ വഴിക്ക് അതും പൊടിച്ചിട്ട് മര്യാദയ്ക്ക് തിരിച്ച് വീട്ടിൽ വന്നാൽ മതിയായിരുന്നു. അയ്യോ, ഇത് ലോകേഷ് കനകരാജിന്റെ പടമെന്ന് തോന്നുന്ന രീതിയിൽ ഇതിനകത്ത് ഒരു സംഭവം ഈ പടത്തിനകത്തില്ല സത്യം പറഞ്ഞ. ആകപ്പാടെ ഇടയ്ക്ക് മറ്റേ ആ ഒരു റെട്രോ സോങ് പ്ലേ ചെയ്തപ്പോൾ മാത്രമാണ് ലോകേഷിന് ഒരു ടച്ചായിട്ട് തോന്നിയത്. അല്ലാതെ ഇതിനകത്ത് ഒരു കോപ്പുമില്ല. കമലഹാസന്റെ ഫാനാണെന്നത് ലോകേഷ് തെളിയിച്ചിരിക്കുന്നു. എന്തൊക്കെ ചെയ്ത് ആ നെൽസൺ ഒരു ജയിലർ കൊടുത്തിട്ട് പൊക്കിക്കൊണ്ട് വരായിരുന്നു രജനീകാന്തിനെ. അതിലൊരു തീരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ലോകേഷ്. പിന്നെ അമീർ ഖാൻ ഒരു സിഗരറ്റ് വാങ്ങിച്ച ഒരു ബീഡി വാങ്ങാൻ വേണ്ടി ഹെലികോപ്റ്ററൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വരും ബീഡി ഒരു കവറോടെ വാങ്ങും പോവും. അതാണ് കുറച്ച് പട്ടികളെ കൊണ്ടാണ് പറഞ്ഞത് ബീഡി വാങ്ങാൻ വേണ്ടി. പിന്നെ ഉപേന്ദ്ര അത് 114 റൂം നമ്പർ, ആ റൂമിലാണ് ഉള്ളത്. ആ റൂം അങ്ങ് കൂട്ടിയിട്ടിരുന്നാൽ മതിയായിരുന്നു, ചുമ്മാ തുറക്കാതെ. എന്തിനാണ് എന്തോ. സത്യം പറഞ്ഞാൽ ജയിലർ എങ്ങനെയാണോ ആ പടം അതുപോലെ ചെയ്യാൻ നോക്കി വേറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട്. പക്ഷെ കട്ട ഫ്ലോപ്പായിരുന്നു. പിന്നെ എന്തോ പറയാൻ, സൗബിനെ കുറിച്ച് ഒരുപാട് ആൾ സംസാരിക്കുമെന്ന് പറഞ്ഞു. സൗബിൻ്റെ അഭിനയം നമുക്കറിയാന്നുള്ള കാര്യം തന്നെ. പക്ഷെ സൗബിനെയൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് ചുമ്മാ അങ്ങോട്ടിട്ട് ഒട്ടിച്ച് ഇങ്ങോട്ടിട്ട് ഒട്ടിച്ച് ഒരു മെനയില്ല പടത്തിന്. കഥയില്ല, ഒന്നുമില്ല. ഓർത്ത് വയ്ക്കാൻ ഒന്നുമില്ല. അല്ലേ നീ പറഞ്ഞ പോലെ ഞാൻ പറയായിരുന്നു, ഓർത്ത് വയ്ക്കാനായിട്ട് ഇതിനകത്തൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഈ പടം കണ്ടിട്ട് പിന്നെ ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. രജനീകാന്തിന് നല്ല വയസ്സായി, പക്ഷേ ജയിലറൊക്കെ ഉള്ളായിരുന്നു. ജയിലറൊക്കെ അടിപൊളിയായിട്ടുള്ള തന്നെയായിരുന്നു. ഇത് വൻവധമായി പോയി. പിന്നെ കമലഹാസൻ ഫാനായിട്ട് തന്നെ ശ്രുതി ഹാസന് നല്ല റോള് കൊടുത്തിട്ടുണ്ട്. വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. 150 രൂപ പോയി. 150 മൊത്തം ഒന്നും പറയില്ല. പടത്തിനെ കുറിച്ച് ഒന്നും പറയില്ല, അതിനകത്തൊന്നും പറയില്ല. ലോകേഷ് കനകരാജാണോ സംവിധാനം ചെയ്തതെന്ന് പോലും തോന്നിപ്പോകും. ആകപ്പാടെ BGM മാത്രം വണ്ടി വിട്ടിട്ട് പോകുമ്പോൾ ആകപ്പാടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇത് കൊള്ളാം, വലിയ കുഴപ്പമില്ല. പക്ഷെ ലിയോയിലുള്ള പോലെ ഒന്നും വലിയ സംഭവമൊന്നുമില്ല. ഇടയിൽ ചില ടൂണൊക്കെ എനിക്ക് ലിയോയിലെ ടൂണായിട്ടൊക്കെ തോന്നി. വേറെ അതിനകത്ത് എന്താ പറയാ, സിനിമോട്ടോഗ്രാഫി ഒട്ടും കൊള്ളൂലായിരുന്നു. പിന്നെ ഒട്ടും പോരാ. പിന്നെ യുവമാര് ഏത് രീതിയിലാണ് ഇത്രയും സമയമെടുത്ത് ഈ പടം എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇപ്പം ആർട്ട് വർക്ക് ആണെങ്കിൽ പോലും ചിലതൊക്കെ നമുക്ക് കാണുമ്പോഴേ തോന്നിപ്പോവും ഇതൊക്കെ തെർമാക്കോളാണോ എന്ന്. പിന്നെ ഒന്നും പറയാനില്ല ഇതിനകത്ത് പ്രത്യേകിച്ച്. പൈസ പോയി. ശരിയെന്നാ.